കുട്ടുമാമൻ പല രീതിയിലുള്ള ഏടാകുടങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓണത്തിനെങ്കിലും നന്നാവൂ ഏട്ടാ. ആരാ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല, എന്നാലും മറ്റുള്ളവരെ ഈ പറഞ്ഞവര് കുഴി ചാടിക്കാതെ അങ്ങനത്തെ പരിപാടിയില്ല. അളിയനെ പറ്റി 2 വാക്ക് ഈ ഓണത്തിന്. അളിയനാണ് എന്റെ വഴി അതുവഴിയാണ് നടക്കണേ. ഞങ്ങള് ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും. എന്തും എന്തായാലും ഗൗരിയോട് സ്നേഹത്തിൽ 2 വാക്ക് പറഞ്ഞ ഓണം ആയോണ്ട് ഹാപ്പി ഓണം. ഇതാണോ ഭയങ്കര സ്നേഹം? റൊമാൻറ്റിക് ആയിട്ട് പറയട്ടാ ഹാപ്പി ഓണം. ഗൗരി ഇത്രയും സ്നേഹത്തോടെ ഇത്രയും നല്ലൊരു ഓണാശംസ കിട്ടിയിട്ടൊന്നും പറയാനില്ലേ ഗൗരി? മനസ്സിലുണ്ട്, മനസ്സിലാവും. പ്രകടിപ്പിക്കുക ഗൗരി. പറ്റില്ല. ഈ ഗൗരിയുടെ കോസ്റ്റ്യൂമിനെ പറ്റി 2 വാക്ക്. കുട്ടുമാമ എന്റെ ഡ്രസ് നോക്കൂ ആദ്യം. ആണോ? ഈ ഡ്രസ്സിനെ ഒന്ന് നമുക്ക് ഇവിടെ നിർത്തി ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഒന്ന് നിന്ന് നിങ്ങൾ 2 പേരും ഇവിടെ ഒന്ന് നിന്ന്. ആ, ഇവരുടെ കോസ്റ്റ്യൂമിനെ പറ്റി 2 വാക്ക്. കുട്ടുമാമന്റെയും നമ്മുടെ ഗൗരിയുടെയും കോസ്റ്റ്യൂമിനെ പറ്റി. വളരെ നല്ലതാ. ഇതിൽ ഭാര്യയാണോ ഭർത്താവാണോ ഒരു പടി മുന്നിൽ നിൽക്കുന്നത്? രാജേഷ് ഭാര്യയാണ് സപ്പോർട്ട്. ഞാൻ ഭർത്താവിന് നോക്കാറില്ല. അങ്ങനെയൊന്നുമില്ല. അതിസുന്ദരിയായിട്ടുണ്ട്, അതിഗംഭീരമായിട്ടുണ്ട് കോസ്റ്റ്യൂം. അയാൾ എന്തോ ഇട്ടിട്ടുണ്ട്. ഈക്വൽ ആണെങ്കിൽ മതി പരിപാടി. പക്ഷെ എന്തോ രസമുണ്ട്. ഇവർ 2 പേരും മാച്ചിന് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഡിസൈനിനെ പറ്റി 2 വാക്ക് കുട്ടുമാമ. എന്താണ് ഇതിൽ ഒട്ടിച്ചു വെച്ചേക്കുന്നേ? കൊണ്ടുവന്നത് ഞാൻ ഇട്ടു, പിന്നെ ബാക്കിയുള്ളവരൊക്കെ കണ്ട് പറയുമായിരുന്നു. അയൺ ചെയ്യുമ്പോ അങ്ങോട്ട് പിടിച്ചതാ. രക്ഷപ്പെടാൻ സ്നേഹം ചെയ്ത പരിപാടിയാന്ന് തോന്നുന്നു. അല്ല, എന്നാലും നല്ലൊരു കോസ്റ്റ്യൂം, അടിപൊളി, നല്ല കൈയടി. താങ്ക് യു. ഇനി അടുത്ത കേശുവിനാണ് ഏറ്റവും വലിയ വിശേഷമുള്ളത്. കാരണം ഒരു കുട്ടി ലൈനൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേശുവിന്. കേശു വിജയിക്കോ? ലച്ചുവിന് എന്നാ തോന്നുന്നേ? അതില് ഏതാണ് ഉദ്ദേശിച്ചത്? കുറെ ഉള്ളോണ്ടേ മെർലിനെ. ഞാൻ പാവം, ഞാൻ അങ്ങനൊന്നും തേക്കത്തൊന്നുമില്ല. എന്നെ കുറിച്ച് ചേച്ചി പറഞ്ഞു. ചേച്ചി പറഞ്ഞോട്. അറിവൻ തന്നെ തേക്കും, ഉറപ്പാണ്. അടുത്തതിനെ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. ബാലുച്ച, ഇതൊക്കെ കാണുന്നുണ്ടോ? പിള്ളേരൊക്കെ വലുതായി. അച്ഛൻ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് അല്ലേ അച്ഛാ? അല്ല, പ്രണയിക്കണ്ടേ ഇവനെ? പ്രണയിക്കണം. ഞാൻ അമ്മയോടാ ചോദിക്കുന്നത്. കേശു ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വിളിച്ച് രാവിലെ വീട്ടിൽ വന്ന് നിൽക്കുകയാണെ അമ്മ എന്നാ പറയും? പറയാ, കൊച്ചിനെയും ചെറുക്കനെ വിളിച്ച് വീട്ടിനകത്തോട്ട് കയറ്റും. ആ കണ്ടോ, ഇത്രയും നല്ലൊരു അമ്മ, നല്ല ബെസ്റ്റ് ഫാമിലി കേട്ടോ. വിളക്കെടുത്ത ഒരു പെൺകുട്ടിയെ കൊണ്ടല്ലേ വരാം. അതിനങ്ങനെ പുറത്തേക്ക് തള്ളിക്കളയാൻ പറയാൻ പറ്റുമോ? അതാണ് എന്ന് പറഞ്ഞ് നീ ആരെയും വിളിച്ചോണ്ട് ഇപ്പോഴൊന്നും ചെല്ലരുത്. ഇപ്പൊ വല്ല കല്യാണ പ്ലാൻസ് ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് അതിനെ വിശദമായിട്ട് ഞാൻ കാണുള്ളൂ. ഇപ്പൊ വല്ലതും ഉണ്ടോ? പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ? കല്യാണത്തിലേക്കൊന്നും നയിക്കാനുള്ള ഇല്ല. ഇപ്പൊ തൽക്കാലത്തിനൊന്നുമില്ല. എല്ലാം പിന്നെ എല്ലാം എന്റെ അച്ഛന്റെ അമ്മയുടെ സപ്പോർട്ടോട് കൂടി. അവൻ എന്ത് ചെയ്താലും പറയും ഇത് തന്നെ. എന്ത് ചെയ്തിട്ട് ഇത് തന്നെ. അമ്മ റെഡി, അടുത്തേര്. നമ്മളൊക്കെ ബാൽചേട്ടാ പഠിച്ച് പാസ്സായി ജോലി മേടിച്ച് ശമ്പളം നേടുന്നത് പോലെ ജനിച്ച ദിവസം തൊട്ട് ജോലി എടുത്ത് ശമ്പളം മേടിച്ച് വീട്ടുകാർക്ക് കൊടുക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ഹലോ, ഓണമാണ്. എന്താണ് ഒരു നാണം? ഓണക്കോടിക്കാണ്. ചേച്ചി അനിയത്തി ഒരേ ഡ്രസ്സിലാണല്ലോ എത്തിയിരിക്കുന്നേ. നിങ്ങൾ പറഞ്ഞാണോ ഈ ഡ്രസ് ഇട്ടേക്കുന്നേ? അല്ല, കൊളാബ് കിട്ടിയതാ. കൊളാബോ? എന്റെ പൊന്നെ, ഇത് സത്യം പറ, ഇത് ആർക്കാ കൊളാബ് കിട്ടിയത്? എനിക്ക്. അപ്പൊ ഈ ചേച്ചി എങ്ങനെ ഇതേപോലത്തെ ഡ്രസ് ഇട്ടേ? അത് ചേച്ചി. അപ്പൊ ചേച്ചിക്ക് കൊളാബ് ഒന്നും ഇല്ലേ? ആർക്കറിയാം, എനിക്ക് അറിഞ്ഞൂടാ. ബാലു അച്ഛൻ ഒരു കൊളാബ് കിട്ടാൻ വല്ല വഴിയുണ്ടോ? അതൊരു വഴിയില്ലായിരിക്കും. അച്ഛാ, കൊളാബിനുള്ള വഴിയില്ല കേട്ടോ. ഇതില് ഏറ്റവും നല്ല രസത്തിൽ ഇന്ന് ഡ്രസ് ചെയ്തിരിക്കുന്ന ചേട്ടനാരാ? ചേച്ചിമാരെ നോക്കണ്ട, ചേട്ടന്മാരില് മൊത്തത്തിൽ ഇതാ ഇവിടെയുണ്ട് കുറേ ചേട്ടന്മാരുണ്ട്. നീ നടന്നൊന്ന് തൊട്ട് കാണിച്ചാ. നീ എല്ലാവരുടെ അടുത്തൊന്ന് പോയിക്കോ. ഒന്ന് പോയിട്ട് ചേട്ടന്മാരെ മാത്രമേ നോക്കാവൂ. ആദ്യം നോക്കണം, എല്ലാരും ഒന്ന് നോക്കിയിട്ടേ പറയാവൂ, അല്ല ചുമ്മാ പറയരുത്. മക്കളെ, നിന്റെ സ്വന്തം കുടുംബത്തിലൊരു ചേട്ടനുണ്ട് കേട്ടോ. അല്ല, അത് തുടണ്ട, ആ ചേട്ടൻ കഴിഞ്ഞു മതി. എന്നിട്ട് ഇനി തൊട്ട് കാണിക്കണം ഏറ്റവും നല്ല സുന്ദരനായിട്ട് ഡ്രസ് ചെയ്ത് വന്നിരിക്കുന്ന ആ ചേട്ടൻ ആരാണെന്ന്. നീ എന്തോ ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് കൊച്ചിന്, ഇല്ലേ? ലവ് യു മോളെ.